ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പുഡിംഗ് ആണ്, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. വെൽക്കം ടു ദ വീഡിയോ. കോക്കനട്ട് പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കരിക്കാണ് എടുത്തിരിക്കുന്നത്. കരിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോക്കനട്ട് പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. 1/4 കപ്പ് കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കരിക്കിൻ കാമ്പാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് പേസ്റ്റാക്കി മാറ്റാം. കരിക്കിൻ കാമ്പ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കരിക്കിൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പേസ്റ്റാക്കി എടുക്കാം. കരിക്കിൻ കാമ്പ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് ചൂടാക്കി എടുക്കാം. പാല് തിളയ്ക്കുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ പാൽപ്പാട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പാല് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കി പാല് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ചൈന ഗ്രാസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റാക്കിയ ചൈന ഗ്രാസ് നമുക്ക് തിളപ്പിച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസും ചേർത്ത് പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്തതായി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളനീർ പൾപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത മിക്സ് നമുക്കിനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് ഇതിലെ എയർ ബബിൾസ് ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കുന്നതിനായിട്ട് വയ്ക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കരിക്കിൻ പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത കൂടി വെച്ച് കൊടുക്കാം. പിസ്തയും വെച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിസ്തയും വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുത്ത സെറ്റായി വന്നിട്ടുണ്ട്. ഇനി തണുപ്പിക്കുന്നതിനായി 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. 1/2 മണിക്കൂർ ഫ്രീസറിൽ തണുപ്പിക്കാനായി വെച്ചതിന് ശേഷം പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.